വെൽക്കം ടു എഡ്രീൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ ഒരു എക്സാം ഓറിയൻറ്റഡ് വീഡിയോ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി എക്സാം ഓറിയൻറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലോക്കിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പേഴ്സണൽ സെല്ലിങ്ങിലെ 5 ബ്ലോക്കുകളാണുള്ളത്. എന്നും പറയുന്ന പോലെ തന്നെ ബ്ലോക്ക് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് ബ്ലോക്ക് 1-ൽ നിന്നാണ്. അപ്പോൾ ബ്ലോക്ക് 1 നിങ്ങൾ വളരെയധികം കെയർഫുള്ളായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ബ്ലോക്ക് 1-ൽ നിന്ന് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ? നോക്കൂവിടെ, ബ്ലോക്ക് 1-ൽ നമുക്ക് വരുന്നത് 4 ചാപ്റ്ററുകളാണ്. അതിൽ യൂണിറ്റ് 1-ൽ പേഴ്സണൽ സെല്ലിങ്ങിനെ കുറിച്ചിട്ട് പറയുന്ന, അതായത് ഇൻട്രൊഡക്ഷൻ ടു പേഴ്സണൽ സെല്ലിംഗ് അല്ലേ, അതായത് പേഴ്സണൽ സെല്ലിങ്ങിനെ കുറിച്ച് പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററാണ്. അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് വാട്ട് ഈസ് പേഴ്സണൽ സെല്ലിംഗ് അല്ലേ. അതിലെ ആ പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ മീനിങ് ഒക്കെ കൊടുത്ത്, അതായത് ആ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഈ ഒരു വേർഡാണ്, വാട്ട് ഈസ് പേഴ്സണൽ സെല്ലിംഗ്. ഓക്കെ, ദെൻ എന്താണ് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കേണ്ട ഒരു ഏരിയയാണ് പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ദെൻ ടൈപ്സ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലും കൂടുതലായിട്ടും കണ്ടിട്ടുള്ള ഒരു ഏരിയയാണ് ടൈപ്സ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് റോൾ ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. അപ്പോൾ ഈ മറ്റു ഭാഗങ്ങളും ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല പറയുന്നത്, ഇതൊന്നും കൂടെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം. ബാക്കി അതിൽ വരുന്നത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഒക്കെയാണ്. അതും നിങ്ങൾ പഠിക്കണ്ടെന്നല്ല, പഠിക്കണം. പക്ഷേ ഇതിനൊന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ഓക്കെ, ദെൻ യൂണിറ്റ് 2-ൽ സെയിൽസ്മാൻഷിപ്പ് എന്നാണ് യൂണിറ്റ് 2 ചാപ്റ്ററിൻ്റെ പേര്. അതിൽ വാട്ട് ഈസ് സെയിൽസ്മാൻഷിപ്പ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് സെയിൽസ്മാൻഷിപ്പ്. ഇനിയിപ്പോൾ ഈ സെയിൽസ്മാൻഷിപ്പ് എന്താണെന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. നമ്മൾ സെയിൽസ്മാൻഷിപ്പിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിലും ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഏരിയയാണ് എന്ത്, വാട്ട് ഈസ് സെയിൽസ്മാൻഷിപ്പ് എന്നുള്ളതിൻ്റെ ആൻസർ. ഓക്കെ, ദെൻ സ്കോപ്പ് ഓഫ് സെയിൽസ്മാൻഷിപ്പ്, ദെൻ ടൈപ്സ് ഓഫ് സെയിൽസ്മാൻഷിപ്പ്, ദെൻ റോൾ ഓഫ് സെയിൽസ്മാൻഷിപ്പ്, ദെൻ ക്രിയേറ്റീവ് സെല്ലിംഗ് പ്രോസസ്സ്. ഇപ്പം ഇത്രയും ഭാഗങ്ങളാണ് യൂണിറ്റ് 2-ൽ നിന്ന് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ. ദെൻ അടുത്തത് നോക്കാം, 3-ാമത്തെ യൂണിറ്റ് ആണ് സെയിൽസ് മാനേജ്മെൻറ്റ്. കുറച്ച് വലിയൊരു യൂണിറ്റ് ആണ്. അപ്പോൾ സെയിൽസ് മാനേജ്മെൻറ്റിൽ നിന്ന് എന്തൊക്കെയാണ് വരുന്നത്, ഇമ്പോർട്ടൻസ് ഓഫ് സെയിൽസ് മാനേജ്മെൻറ്റ്. ഓക്കെ, അതിന് മുന്നേ നിങ്ങൾ എന്താണ് സെയിൽസ് മാനേജ്മെൻറ്റ് എന്ന് പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് സെയിൽസ് മാനേജ്മെൻറ്റ് ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് സെയിൽസ് മാനേജ്മെൻറ്റിനെ കുറിച്ച് എഴുതാവുന്നതാണ്. അപ്പോൾ വാട്ട് ഈസ് സെയിൽസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് സെയിൽസ് മാനേജ്മെൻറ്റ്, സ്കോപ്പ് ഓഫ് സെയിൽസ് മാനേജ്മെൻറ്റ്, ടൈപ്സ് ഓഫ് സെയിൽസ് പേഴ്സൺ, അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിംഗ്. ഓക്കെ, ഇതൊക്കെ ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിംഗ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഭാഗമാണ്. അത് പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്, സെയിൽസ് മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സ്. ഓക്കെ, ഇതും വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ദെൻ അടുത്ത യൂണിറ്റ് ആണ് യൂണിറ്റ് 4 സെയിൽസ് ഫോഴ്സ് മാനേജ്മെൻറ്റ്. സെയിൽസ് ഫോഴ്സ് മാനേജ്മെൻറ്റിലെ എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു ഭാഗമാണ് റിക്രൂട്ട്മെൻറ്റ് അല്ലേ. അതിൽ റിക്രൂട്ട്മെൻറ്റിൽ തന്നെ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് നമുക്കറിയാം, എക്സ്റ്റേണൽ സോഴ്സും ഉണ്ട് ഇൻറ്റേർണൽ സോഴ്സും ഉണ്ട്. ഈ 2 സോഴ്സുകളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ അടുത്തത് എന്താണ്, സെലക്ഷൻ പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്ക് 1-ൽ നിന്ന് കുറച്ചും കൂടി നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട കുറച്ച് ഏരിയകൾ. ഈ ഭാഗത്ത് നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് വരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്ലോക്ക് 2-ൽ നിന്ന് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ബ്ലോക്ക് 2-ൽ നമുക്കറിയാം എന്താണ്, എത്ര ചാപ്റ്ററുകളുണ്ട്? ബ്ലോക്ക് 2-ൽ ആകെ 3 ചാപ്റ്ററുകളേ ഉള്ളൂ. വളരെ ചെറിയ കുറച്ച് 3 ചാപ്റ്ററുകളാണ്. അതിൽ യൂണിറ്റ് 5 ബയ്യിങ് മോട്ടീവ്സ് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഏത് യൂണിറ്റ് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും എന്താണ് ഈ ഒരു സംഭവം, അതായത് ബയ്യിങ് മോട്ടീവ് എന്താണെന്ന് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ദെൻ അതിൽ നിന്ന് ഇമ്പോർട്ടൻസ് ഓർ അപ്ലിക്കേഷൻ ഓഫ് ബയ്യിങ് മോട്ടീവ്. എപ്പോഴും
എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലും ബ്ലോക്ക് 2-ൽ നിന്ന്, അതായത് യൂണിറ്റ് 5-ൽ നിന്ന് ചോദിക്കാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻസ് ഓർ അപ്ലിക്കേഷൻ ഓഫ് ബൈയിങ് മോട്ടീവ്. ഇതേ ക്വസ്റ്റ്യനുള്ള ആൻസർ നമുക്ക് ബൈയിങ് ബിഹേവിയറിൻ്റെ ഇമ്പോർട്ടൻസ് ഓർ അപ്ലിക്കേഷനും ചോദിച്ചാലും നമുക്ക് ഈ ഒരു ആൻസർ എഴുതാവുന്നതാണ്. ഓക്കെ, അതായത് ബൈയിങ് മോട്ടീവ് യൂണിറ്റ് 5 ആണ്, യൂണിറ്റ് 6 ആണ് ബൈയിങ് ബിഹേവിയർ. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുക ഇമ്പോർട്ടൻസ് ഓർ അപ്ലിക്കേഷൻ ഓഫ് ബൈയിങ് ബിഹേവിയർ, അങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാവുന്ന ഒരു ആൻസർ ആണെന്ത് ഇമ്പോർട്ടൻസ് ഓർ അപ്ലിക്കേഷൻ ഓഫ് ബൈയിങ് മോട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ദെൻ യൂണിറ്റ് 5-ലെ എന്താണ് ഇമ്പോർട്ടൻസ് ഓർ അപ്ലിക്കേഷൻ ഓഫ് ബൈയിങ് മോട്ടീവ്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ബൈയിങ് മോട്ടീവ്. ഇത് രണ്ടുമാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന രണ്ട് ക്വസ്റ്റ്യൻസ്. ദെൻ ബൈയിങ് ബിഹേവിയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ബയർ ആൻഡ് കൺസ്യൂമർ, വെരി സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു പാർട്ടാണ്, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ബയർ ആൻഡ് കൺസ്യൂമർ വരാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ അതുപോലെ തന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബൈയിങ് ബിഹേവിയർ. ഓക്കെ, അത്യാവശ്യം എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബയർ ബിഹേവിയർ. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നോക്കുക. ദെൻ അടുത്തത് യൂണിറ്റ് 7-ൽ നിന്ന് സെയിൽസ് ഫോഴ്സ് മോട്ടിവേഷൻ, അതായത് എന്താണ് സെയിൽസ് എംപ്ലോയീസിൻ്റെ മോട്ടിവേഷനെ കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇതിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് മാസ്ലോസിൻ്റെ നീഡ് ഹൈറാർക്കി തിയറി. അപ്പോൾ ആ തിയറി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു പിരമിഡൊക്കെ വരച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആൻസർ ചെയ്യുക. ദെൻ രണ്ടാമത്തത് എന്താണ് മോട്ടിവേഷണൽ ടെക്നിക്സ്, അതായത് മോട്ടിവേഷണൽ ടെക്നിക്സിൽ പറയുന്നത് ഫിനാൻഷ്യൽ മോട്ടിവേഷണൽ ടെക്നിക്സും ഉണ്ട്, നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷണൽ ടെക്നിക്സും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് വരാവുന്ന രണ്ട് ചോദ്യങ്ങളാണ് മാസ്ലോന്റെ നീഡ് ഹൈറാർക്കി തിയറിയെ കുറിച്ചും അതുപോലെ തന്നെ മോട്ടിവേഷണൽ ടെക്നിക്സിനെ കുറിച്ചും. ഈ മോട്ടിവേഷണൽ ടെക്നിക്സ് പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് വളരെയധികം ഫോക്കസ് ചെയ്ത് പഠിക്കണം. ദെൻ ബ്ലോക്ക് 3-ൽ നിന്ന് ബ്ലോക്ക് 3-ൽ നമുക്ക് വരുന്നത് യൂണിറ്റ് 8, 9, 10 അങ്ങനെ 3 ചാപ്റ്ററുകളാണ്. അതിൽ യൂണിറ്റ് 8 സെയിൽസ് പ്രോസസ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം സെയിൽസ് പ്രോസസ്സ് 7 സ്റ്റെപ്സുകളാണുള്ളത്. ആ 7 സ്റ്റെപ്സും നിങ്ങൾ വളരെ വൃത്തിയായിട്ട് പഠിക്കണം അല്ലേ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്സ് ഫോർ സെയിൽസ് പ്രോസസ്സ് അല്ലേ. അതായത് ആ സെയിൽസ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്സുകൾ നിർബന്ധമായിട്ടും പഠിക്കണം. ദെൻ സ്റ്റെപ്സ് ഇൻ പ്രോസ്പെക്റ്റിംഗ്, നമുക്കറിയാം സെയിൽസ് പ്രോസസ്സിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് എന്ത് ഐഡൻറ്റിഫൈയിങ് പ്രോസ്പെക്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് സ്റ്റെപ്സ് ഇൻ പ്രോസ്പെക്റ്റിംഗ്. അതുപോലെ തന്നെ അടുത്തൊരു ഭാഗമാണ് ഡീലിംഗ് വിത്ത് പ്രോസ്പെക്ട്സ് ഒബ്ജെക്ഷൻ, അതായത് പ്രോസ്പെക്റ്റീവ് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് വരുന്ന ഒബ്ജെക്ഷൻസ് അതെങ്ങനെ പേഴ്സണൽ സെല്ലർ ഡീൽ ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ച് ഉള്ള ഒരു പാർട്ടാണിത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെയിൽസ് പ്രോസസ്സ് എന്നുള്ള ഭാഗത്ത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ബാക്കിയുള്ളതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല അതിനർത്ഥം. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഒന്നും കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട കുറച്ച് ഏരിയകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ബേസിലാണ് നമ്മൾ പറയുന്നത് ഇന്ന ഏരിയ ആണ് ഇമ്പോർട്ടൻസ് എന്ന്. ഓക്കെ, ദെൻ അടുത്തത് യൂണിറ്റ് 9-ലെ സെയിൽസ് പ്രസൻറ്റേഷൻ ആണ് അല്ലേ. സെയിൽസ് പ്രസൻറ്റേഷൻ ആൻഡ് ഡെമോൺസ്ട്രേഷനെ കുറിച്ചിട്ട് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. അതിൽ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് സെയിൽസ് പ്രസൻറ്റേഷൻ, അതുപോലെ തന്നെ സ്റ്റെപ്സ് ഓഫ് സെയിൽസ് പ്രസൻറ്റേഷൻ, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് പ്രോസ്പെക്ട്സ് കാറ്റഗറീസ് ആൻഡ് സ്ട്രാറ്റജി, അതുപോലെ തന്നെ സെയിൽസ് പ്രസൻറ്റേഷൻ സ്ട്രാറ്റജി അത്യാവശ്യം പഠിക്കാനുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ദെൻ യൂണിറ്റ് 10 കൺക്ലൂഡിങ് ദി സെയിൽസ് കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് വാട്ട് ഈസ് ട്രയൽ ക്ലോസ്, അതേപോലെ തന്നെ ക്ലോസിംഗ് ടെക്നിക്സ്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് 2-ലും ബ്ലോക്ക് 2-ലും ബ്ലോക്ക് 3-ലും വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പേഴ്സണൽ സെല്ലിങ്ങിലെ ലാസ്റ്റ് ബ്ലോക്ക് 4-ലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. യൂണിറ്റ് 11, യൂണിറ്റ് 12, യൂണിറ്റ് 13, യൂണിറ്റ് 14 അങ്ങനെ 4 ചാപ്റ്ററുകളായിട്ടാണ് ബ്ലോക്ക് 4-ൽ വരുന്നത്. അതിൽ യൂണിറ്റ് 11-ൽ പറയുന്നത് എന്താണ് റിപ്പോർട്ട്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ്. അതായത് ഈ ഒരു ബ്ലോക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് റിപ്പോർട്ട്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. അപ്പോൾ അതിലെ ഇമ്പോർട്ടൻസ് ഓഫ് സെയിൽസ് റിപ്പോർട്ട് അതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ടൈപ്സ് ഓഫ് ഡോക്യുമെൻ്റ് ഇൻ സെയിൽസ്, പല ടൈപ്സ് ഓഫ് ഡോക്യുമെൻറ്റ്സ് സെയിൽസ് പേഴ്സൺ പ്രിപ്പയർ ചെയ്യണം.
അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾ നോട്ട് ചെയ്യണം. പല ടൈപ്സ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, പല ടൈപ്സ് ഓഫ് സെയിൽസ് റിപ്പോർട്ടുകളെ കുറിച്ച് പറയുന്നുണ്ട്, പ്രോഗ്രസ് റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ദെൻ സെയിൽസ് മാനുവല്, ഓർഡർ ബുക്ക്. അപ്പോൾ ഈ ഭാഗം നിങ്ങൾ നല്ല രീതിയിൽ നോക്കിയിട്ട് പോകണം. ഈ ബ്ലോക്ക് 4 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് എന്ത്, റിപ്പോർട്ട്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ്. ബാക്കിയുള്ള 3 ചാപ്റ്ററുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരില്ല എന്നല്ല, വളരെ റെയർ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ഓക്കെ. ദെൻ യൂണിറ്റ് 12 എത്തിക്സ് ഇൻ സെല്ലിങ്, അതായത് സെയിൽസ് പേഴ്സൺ ഫോളോ ചെയ്യേണ്ട കുറച്ച് എത്തിക്സിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ഭാഗം വാട്ട് ഈസ് എത്തിക്കൽ സെല്ലിംഗ്, അതുപോലെ തന്നെ എത്തിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്ട്സ് ഇഷ്യൂഡ് ഇൻ സെല്ലിംഗ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ദെൻ അതുപോലെ തന്നെ അടുത്തത് യൂണിറ്റ് 13 അല്ലേ, 13ാമത്തെ ചാപ്റ്ററിൽ വരുന്നത് സ്കിൽസ് ഫോർ സെയിൽസ് പേഴ്സൺ. ഒരു സെയിൽസ് എംപ്ലോയിക്ക് ഉണ്ടായിരിക്കേണ്ട സ്കിൽസിനെ കുറിച്ചിട്ട് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഒരുപാട് സ്കിൽസുകൾ ഒരു സെയിൽസ് എംപ്ലോയിക്ക് ഉണ്ടാവേണ്ട ഒരുപാട് സ്കിൽസുകൾ ആ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അധികം ചോദിച്ചിട്ടുള്ള ഒരു 5 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് സ്കിൽസാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും, ഇന്റർപേഴ്സണൽ സ്കില്ലും, ഓർഗനൈസേഷണൽ സ്കില്ലും. ഓക്കെ. ദെൻ യൂണിറ്റ് 14 കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇൻ പേഴ്സണൽ സെല്ലിംഗ്. ഒരു പേഴ്സണൽ സെല്ലർ എന്ന കരിയർ ചൂസ് ചെയ്യാനുള്ള കാരണങ്ങളെ കുറിച്ചിട്ടും പല ടൈപ്സ് ഓഫ് പേഴ്സണൽ സെല്ലറുടെ കരിയറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അതിലെ ഫസ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു ഭാഗമാണ് വാട്ട് ഡസ് എ പ്രൊഫഷണൽ സെയിൽസ് പേഴ്സൺ ഡു. ദെൻ അതുപോലെ തന്നെ ക്രൈറ്റീരിയ ഫോർ സക്സസ് ഇൻ പേഴ്സണൽ സെല്ലിംഗ്. അപ്പം ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ ഒന്നും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കണം. അപ്പോൾ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേപ്പറിൽ നമുക്ക് വരുന്നത് 4 ബ്ലോക്കുകളാണ്. അതിൽ ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3 വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്കുകളാണ്. ബ്ലോക്ക് 4 ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല പറയുന്നത്, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ അതിൽ നിന്ന് കണ്ടിട്ടുള്ളൂ. ഓക്കെ.